ഹലോ! ഈ ഒരു ട്രിപ്പ് ഡൽഹി, ആഗ്ര, ജയ്പൂർ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞങ്ങൾ ഡൽഹി എയർപോർട്ടിൽ നിന്ന് 11:00ന്റെ എയർ ഇന്ത്യ ഫ്ലൈറ്റിലാണ് പോയത്. ഓൺ ദ വേയിൽ അങ്ങനെ ഒരു തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സോ അങ്ങനെ എയർപോർട്ട് എത്തി ഞങ്ങൾ ചെക്ക് ഇൻ പ്രൊസീജിയേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. നൈറ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, എയർപോർട്ടിൽ ഒട്ടും തിരക്കേ ഉണ്ടായിരുന്നില്ല. ചെക്ക് ഇൻ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് അവിടുത്തെ ഷോപ്സിൽ പോയിട്ട് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങി. പിന്നെ അതുപോലെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മുകളിൽ ഫുഡ് കോർട്ടിൽ പോയിട്ട് ഓണിയൻ ഊത്താപ്പം, KFC ഒക്കെ കഴിച്ചു കേട്ടോ. ശരിക്കും ഫുഡ് കോർട്ടിലും തീരെ തിരക്കുണ്ടായിരുന്നില്ല. ലോഞ്ച് എൻ്റെ ക്രെഡിറ്റ് കാർഡിൽ ലോഞ്ച് കിട്ടിയില്ല. അതെന്താണെന്നറിയില്ല. പെട്ടെന്ന് ഇപ്പം അങ്ങനെ ഒരു ക്യാൻസലേഷൻ വന്നതാണ്. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഗേറ്റിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യാം. പിന്നെ കോൾ വന്നപ്പോൾ ഫ്ലൈറ്റിൽ എൻട്രായി. ഫ്ലൈറ്റ് അത്യാവശ്യം ഫില്ലായിരുന്നു. ആകെ ഒരു 5 സീറ്റ് അങ്ങോട്ട് വേക്കൻ്റ് ആയിരുന്നുള്ളൂ. ഇൻഡിഗോൻ്റെ ഇഷ്യൂസ് കാരണം ഞങ്ങൾ എയർ ഇന്ത്യയാണ് പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫ്ലൈറ്റ്സ് ഓൺ ടൈം ആണോ ചോദിച്ചാൽ 11:00ൻ്റെ ഫ്ലൈറ്റ് ആയിരുന്നു. പക്ഷേ 10:40 തന്നെ അവർ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എയർ ഇന്ത്യേൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവർ നമുക്ക് ഫ്രീ മീൽസ് പ്രൊവൈഡ് ചെയ്യും. ഒരു 11:45 ഒക്കെ ആയപ്പോൾ അവിടെ സെർവ് ചെയ്ത് തുടങ്ങി. അതിൽ വെജ് നോൺ വെജ് ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വെജ് എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് കൊത്തു പൊറോട്ട ഉണ്ട്, പിന്നെ ഒരു വെജ് കറി ഉഴുന്നുവട ഉണ്ടായിരുന്നു. പിന്നെ നോൺ വെജിലാണെങ്കിൽ ചിക്കൻ കറി പിന്നെ പൊറോട്ട ഉണ്ടായിരുന്നു. പിന്നെ അതിലും ഉഴുന്നുവട ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കേക്ക് കോമൺ ആയിരുന്നു. പിന്നെ വാട്ടർ ബോട്ടിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡിന്നറൊക്കെ കഴിച്ച് കുറച്ച് നേരം ഉറങ്ങി. എന്നിട്ട് ലാൻഡിങ്ങിൻ്റെ ടൈമിൽ താഴെ നോക്കിയപ്പോൾ ഒട്ടും ക്ലിയർ വിഷനേ ആയിരുന്നില്ല. ഫുള്ള് ഫോഗിൽ കവേർഡ് ആയിരുന്നു. ഡൽഹി ടെമ്പറേച്ചർ 13 ഡിഗ്രി ആയിരുന്നു കേട്ടോ. ഫ്ലൈറ്റിൽ അനൗൺസ് ചെയ്തു. നമ്മൾ കൊച്ചിയിലത്തെ 27 ഡിഗ്രിന്ന് ഡയറക്റ്റ് പോയി എത്തുന്നത് 13 ഡിഗ്രിയിലേക്കാണ്. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ബാഗേജ് കളക്ട് ചെയ്യാൻ പോകുമ്പോൾ ആ ഒരു അറ്റത്ത് ഫുള്ള് ഫോഗായിരുന്നു. ഇതിലത്ര ക്ലിയർ വിഷൻ അല്ല, പക്ഷെ എന്നാലും ഭയങ്കര ഫോഗ് ഉണ്ടായിരുന്നു എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ. പിന്നെ എൻ്റെ അച്ഛൻ്റെ കെയർ ഓഫിൽ അവിടെ ഒരു ലോക്കൽ ട്രാവൽ ഗൈഡിനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളവിടെ എയർപോർട്ടിൽ വന്ന് ഞങ്ങളെ പിക്ക് ചെയ്ത് ഞങ്ങൾ നേരെ ജയ്പൂരിലേക്കാണ് കേട്ടോ പോയത്. ഡൽഹി റോഡ്സൊക്കെ നല്ല അടിപൊളിയാണെങ്കിലും റോഡ് ഫുള്ള് ഫോഗി ആയിരുന്നു. ഡൽഹി ടു ജയ്പൂർ 277 കിലോമീറ്റേഴ്സ് ആണ്. ഓൾമോസ്റ്റ് ഒരു 5 hours ടൈം എടുത്തു. പിന്നെ ഞങ്ങളവിടെ ഒരു 7:30 ഒക്കെ ആയപ്പോൾ എത്തിയിട്ടോ. രാജസ്ഥാനിലെ ചായ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ മഡ് ഗ്ലാസ്സിലാണ് അവർ ചായ കുടിച്ചതിന് ശേഷം ഞങ്ങൾ ആദ്യം പോയത് പന്ന മീനാക്ക കുണ്ട് എന്നുള്ള പ്ലേസാണ്. ഇത് അമീർ ഫോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് വരുന്നത്. 16th സെഞ്ച്വറിയിൽ രാജ്പുട്സ് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത്. ഇവിടെ മെയിനായിട്ട് വാട്ടർ സ്റ്റോറേജ് ആണ് കോൺസെൻട്രേറ്റ് ചെയ്തേക്കണേ. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ ട്രാവലേഴ്സിന് ഇവിടെ നല്ല ഹോട്ട് സമ്മറിൽ റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസും കൂടിയാണ് ഈ പന്ന മീനാക്ക കുണ്ട് എന്ന് പറയുന്ന സ്ഥലം. അവിടെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ അമീർ ഫോർട്ടിലേക്കാണ് പോയത്. ശരിക്കും ഈ രാജസ്ഥാൻ്റെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞത് ഒരു ലോക്കൽ വില്ലേജിനോട് ചേർന്നിട്ടാണ് ഈ സ്ഥലങ്ങളൊക്കെ. പിന്നെ ഈ ലോക്കൽസ് എന്തായാലും ഈ ഒരു ഏരിയ ഡെവലപ്പ് ചെയ്യാനായിട്ട് അവർ സമ്മതിക്കില്ല. പിന്നെ അവരുടെ ഒരു ബിസിനസ്സും കൂടിയാണല്ലോ. ഈ അമീർ ഫോർട്ടിൻ്റെ ടോപ്പിലേക്ക് നമുക്ക് വെഹിക്കിൾസ് യൂസ് ചെയ്ത് പോവാം, അല്ലാതെ എലിഫൻറ്റ് സഫാരിയിൽ നമുക്ക് പോവാം. ഞങ്ങൾ എന്തായാലും മോർണിംഗ് ഒരു 7:30 ഒക്കെ ആയപ്പോഴേക്കും എത്തി. ആ സമയത്ത് തന്നെ നല്ല സേവ് ദ ഡേറ്റ് ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ റോഡ് സൈഡിലൊക്കെ ഇതുപോലെ എലിഫൻസിനെ അവർ സഫാരിക്ക് വേണ്ടി കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. എലിഫൻസ് പറഞ്ഞാൽ ഇതാണ് അവരുടെ മെയിൻ ഒരു ടൂറിസം എന്ന് പറയുന്ന പോലെ ഇഷ്ടം പോലെ എലിഫൻസ് ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ റൂം ഹോട്ടൽ ലില്ലി പൂളിലായിരുന്നു കേട്ടോ. ജയ്പൂർ സിറ്റിയുടെ സെൻറ്ററിൽ തന്നെയായിരുന്നു. റൂമിൽ നമുക്ക് വെൽക്കമിങ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ നല്ല ഇൻറ്റീരിയേഴ്സ് ഒക്കെ ആയിട്ട് നല്ല സെറ്റപ്പ് റൂം തന്നെയായിരുന്നു കേട്ടോ. ഇവിടുത്തെ റൂം 24 hours 7,000 ആയിരുന്നു കേട്ടോ റേറ്റ് വന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫ്രഷപ്പ് ആയിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോയത്. ഏർലി മോർണിംഗ് നല്ല ടെമ്പറേച്ചർ ആണെങ്കിലും കുറച്ച് ലേറ്റ് ആവും തോറും ടെമ്പറേച്ചർ ഇൻക്രീസ് ആവാൻ തുടങ്ങി കേട്ടോ. സോ അതിൻ്റെ ഒരു പ്രശ്നം ഞങ്ങൾക്കൊട്ടും ഉണ്ടായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പ്ലേസസ് വിസിറ്റ് ചെയ്യാൻ പോയി. ആദ്യം പോയത് ഈ ചുങ്കിടിയുടെ മെറ്റീരിയലിൻ്റെ സെയിൽസിലോട്ടാണ് കേട്ടോ. അതിൻ്റെ മാനുഫാക്ചറിങ് കൊണ്ട് അതിൻ്റെ ഷോപ്പിംഗ് ഏരിയയിലേക്കും പോയി. ഇത് നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ആയിരുന്നു. ഇഷ്ടപ്പെട്ടത് 2-3 എണ്ണമൊക്കെ വാങ്ങി. പിന്നെ അവിടെ കുറേ ഈ ചെറിയ ചെറിയ ഈ മാലകളുണ്ടായിരുന്നു. അതുപോലെ കുറേ ഹോം ഡെക്കേഴ്സൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു മേക്കിംഗ് ആണ്. അതുപോലെ കുറേ ബാംഗിൾസൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ചെറിയ ചെറിയ ആർട്ടൊക്കെ ഫുൾ ഹാൻഡ് മെയ്ഡാണ്. ഇതിനൊക്കെ അത്യാവശ്യം നല്ല കോസ്റ്റ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ അവർ ഈ ഒരു സ്റ്റാച്യൂസൊക്കെ അവിടെ മേക്കിംഗ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ കോലാപൂരി ചെപ്പൽസ്, അങ്ങനെ ഒരു ഏരിയയിൽ അത്യാവശ്യത്തിനുള്ള കാര്യങ്ങളെല്ലാം കവർ ചെയ്തിട്ടുള്ള ഒരു പ്ലേസിലേക്കാണ് ഞങ്ങൾ അവിടെ നിന്ന് ഷോപ്പിങ്ങിൻ്റെ സൈഡിൽ നോക്കിയപ്പോഴാണ് ഇതുപോലെ റോട്ടിൽ കുറേ ഈ രാജസ്ഥാനീസൊക്കെ ഇങ്ങനെ ഡാൻസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോണു. പിന്നെ ഞാൻ അവിടെ പോയി നോക്കിയപ്പോഴാണ് അത് എന്തോ ഒരു ദൈവത്തിൻ്റെ അവരെന്തൊരു മന്ദിറിലേക്കുള്ള പോവാണ് ചെയ്യുന്നത്.
അപ്പോൾ അതിന് വേണ്ടി അവർ ഇതുപോലെ ഡാൻസൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഭയങ്കര പാട്ടും ഭയങ്കര എൻജോയ്മെൻറ്റൊക്കെ ആയിരുന്നു ഇവരൊക്കെ. പിന്നെ ഞങ്ങൾ ലഞ്ചിന് പോയിട്ട് അവിടെ എം ഖാൻ എന്നുള്ള ഹോട്ടൽ, അവിടെ ഫുള്ളി മട്ടൻ, ചിക്കൻ, പിന്നെ അങ്ങനെ ഒരു ബിരിയാണി, ചെറിയൊരു സൗത്ത് ഇന്ത്യൻ ടച്ചുള്ളൊരു ഹോട്ടലായിരുന്നു. അവിടുന്ന് ഞങ്ങൾ തന്തൂരി ചിക്കൻ പിന്നെ ബിരിയാണി വാങ്ങി. ബിരിയാണി ശരിക്കും കുഴിമന്തി പോലെ തന്നെയായിരുന്നു. പിന്നെ തന്തൂരിയിൽ ഇവിടുത്തെ ടേസ്റ്റ് തന്നെയായിരുന്നു, പക്ഷേ മയോണൈസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളൂ. പിന്നെ ഞങ്ങൾ പോയത് ജൽ മഹലിലേക്കാണ്. ഇത് 1784 ഫൗണ്ടർ ഓഫ് ജയ്പൂർ ബിൽഡ് ചെയ്തിട്ടുള്ളതാണ്. ആ മഹാരാജ ഇവിടെ ഈ ഒരു ബോട്ടിങ്ങും അവിടെ ഒരു റിലാക്സേഷന് വേണ്ടിയാണ് ഈ ചുറ്റും ഈ ഒരു റിവർ ഫ്ലോൻ്റെ നടുക്കിൽ ഈ ഒരു ബിൽഡിംഗ് അവർ സ്ട്രക്ചർ. അവിടേക്ക് ആരും അലൗഡ് ഇല്ല. പിന്നെ ഇതിനോട് ചേർന്ന പ്ലേസിൽ തന്നെയാണ് ഈ ഒരു രാജസ്ഥാനി വെയറൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് കുറേ ചെറിയ ചെറിയ ഷോപ്പിംഗ് ഏരിയാസ് ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ ഫുഡ് സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ ക്യാമൽ എന്നുള്ളത് ഡെസേർട്ടിലായ കാരണം രാജസ്ഥാൻ്റെ ഒരു മെയിൻ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ജൽമന്ദർ ഒക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിങ്ക് സിറ്റിയിലോട്ടാണ് കേട്ടോ പോയത്. അതിനുള്ളൊരു എൻട്രി ആയതിന് ശേഷം ഫുള്ളായിട്ടും സിറ്റി പാലസ് ഉണ്ട്, ജന്തർ മന്ദർ ഉണ്ട്, ഹവാ മഹലൊക്കെ ഉണ്ട്. എല്ലാം ഒരു പിങ്ക് കളർ ഐഡൻറ്റിക്കൽ ആയിട്ടാണ് പാലസൊക്കെ പണിതേക്കുന്നത്. പിന്നെ ഈ ഒരു 3 പ്ലേസും ഒരേ ഏരിയയിൽ തന്നെയാണ്, അതും വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. പിന്നെ ഇതിന് ചുറ്റും കുറേ ഷോപ്പിംഗ് ഏരിയാസൊക്കെ ഉണ്ട്. പിന്നെ ചില ആൾക്കാർ ഇതുപോലെയുള്ള റിക്ഷാസൊക്കെ യൂസ് ചെയ്തിട്ട് ട്രാവൽ ചെയ്യണവരുണ്ട്. കുറേ ആൾക്കാർ നടന്ന് തന്നെയാണ് എല്ലാ സ്ഥലങ്ങളും കാണുന്നത്. സൺഡേ ആയതുകൊണ്ടൊന്നും അറിയില്ല, നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ ഫുൾ പീജിയൻ ആയിരുന്നു കേട്ടോ ആ ഏരിയ മൊത്തം. ജന്തർ മന്തർ, സിറ്റി പാലസ് ഒക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇവിടെ ജ്യൂസ് കുടിക്കാൻ വന്നു കേട്ടോ. ഒരു മിൻറ്റ് ലൈമാണ് പറഞ്ഞത്, പക്ഷേ ഇവിടുത്തെ മിൻറ്റ് ലൈം കംപ്ലീറ്റ്ലി വേറെ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല, ബട്ട് ഓക്കെ എന്ന് പറയാം. പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ ഷോപ്പിംഗ് എലിഫൻറ്റ്, പിന്നെ അതുപോലെ കുറേ മാഗ്നറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് പർച്ചേസ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ നേരെ നടന്നെത്തിയത് ഹവാ മഹലിലേക്കാണ്. ഹവാ മഹൽ എന്ന് പറയുന്നത് ഒരു ടോളസ്റ്റ് ബിൽഡിംഗ് പിന്നെ ഫോട്ടോഗ്രാഫി ലാൻഡ്മാർക്കാണ്. ഇത് ശരിക്കും ബിൽഡ് ചെയ്തേക്കുന്നത് റോയൽ ക്വീനിന് പുറത്തിറങ്ങാതെ തന്നെ അതിൻ്റെ ഉള്ളിലിരുന്ന് എല്ലാ വിഷ്വൽസും കിട്ടാൻ വേണ്ടിയാണ് ഇത്രയും ടോളസ്റ്റ് ആയിട്ടുള്ള ഒരു പാലസ് ബിൽഡ് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് ജയ്പൂരിൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് ഐഡൻറ്റിറ്റി ആണെന്ന് പറയാം. പിന്നെ ഇതിനോട് ചേർന്നിട്ടുള്ള റോഡ് നല്ല ട്രാഫിക്കാണ്, പക്ഷേ അതിൻ്റെ കൂടെ കുറേ ഷോപ്പിംഗ് ഏരിയാസും ഉണ്ട്. ഇത്രയും സ്ഥലങ്ങൾ ജയ്പൂരിൽ നിന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. സമയം അപ്പോൾ ഒരു 5:30 ഒക്കെ ആയിരുന്നു. നൈറ്റ് ഫുഡ് ഞങ്ങൾ പുറത്തിറങ്ങി കഴിച്ചില്ല, സൊമാറ്റോയിൽ ഓർഡർ ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം.